ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഓൾറെഡി യൂട്യൂബേഴ്സോ ഒന്നുമല്ല, നമ്മളെ അവസ്ഥയും കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വീണ്ടും വന്നത് ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ആൾക്കാർ ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല, ഒന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങൾ കള്ളന്മാരാണ് അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്ത് കള്ളന്മാരാന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. നമ്മൾ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, എല്ലാവരും ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങളൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെക്കുറിച്ച് പല ആൾക്കാരും പല രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെക്കുറിച്ച് ഇതും പറഞ്ഞുണ്ടാക്കരുത്. പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഒരു പ്രൈസ് അടിച്ചു എന്നുള്ളത് ഭയങ്കര ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാം, വീണ്ടും നമ്മൾ വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീട് എന്തായാലും നമ്മൾ പുള്ളിക്കാരൻ തിരിച്ച് കൊടുക്കില്ല, കൺഫേമാണ് തിരിച്ച് കൊടുക്കില്ല. അതിനിപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ പല ആൾക്കാരും വരുന്ന 1 കോടി 2 കോടി 3 കോടിയുടെ വീടൊക്കെ ഉണ്ടെന്നല്ലേ. നിങ്ങൾക്ക് അവിടെ പോയി പരിശോധിച്ചാൽ അറിയാം, മാക്സിമം പോയി 30 ലക്ഷം റുപ്യ 40 ലക്ഷം രൂപ മാക്സിമം ആ വീടിന് കിട്ടുള്ളൂ. അത്രയ്ക്കുള്ളൊരു വീടേ ഉള്ളൂ. 15 വർഷം 20 വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു വീട് കണ്ടിട്ട്. അത്രയുള്ള വീട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ കള്ളന്മാർ. കള്ളം എന്നുള്ളൊരു പേര് അത്ര നല്ലൊരു പേരല്ല, അതിന് യോജിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്ക് നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ അറിയാം എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ളവരെ കുറിച്ചോ എന്തെങ്കിലും ഞങ്ങൾ ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ പല രീതിയിലും സഹായിക്കാമെന്നല്ലാണ്ട് ഞങ്ങൾ ഇതുവരെ ഒരു രീതിയിൽ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ടാണ് തോന്നണമെങ്കിൽ ഞങ്ങളെടുത്ത് നിങ്ങൾക്ക് ഞാനൊരു ഫേക്കാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതലുള്ള ആൾക്കാർ ഞങ്ങൾ കൂപ്പൺ എടുത്ത ആൾക്കാർ ഫേക്കാണ് തോന്നുന്നെങ്കിൽ വീണ്ടും നറുക്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് പ്രശ്നമല്ല. കഴിഞ്ഞിപ്പോൾ എന്താ പറയുക, വീണ്ടും നറുക്കെടുത്ത് നിങ്ങൾ ആർക്ക് വേണ്ടി കൊടുത്തോളൂ. ഞങ്ങൾക്കൊരു സമാധാനം എന്ന് പറഞ്ഞ സാധനം ദയവ് നിങ്ങൾ തന്നാൽ മതി. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയുകയാണ്, നിങ്ങളിത് പിന്നെ നമ്മൾ ട്രോളും, നമ്മൾ കള്ളം പറയുകയാണ്, അത് പറയുകയാണ്, ഇതാണ്. ഞങ്ങൾ ഇപ്പം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞ ആൾക്കാർക്കെതിരെ നമ്മൾ കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, കേസ് സൈബർ ക്രൈമായിട്ട് കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് വക്കീലായിട്ടൊക്കെ സംസാരിച്ച് ഓൾറെഡി നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവർ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓൾറെഡി അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലിൽ എന്തൊക്കെ പ്രശ്നം വരും ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പണിക്ക് പോകണം. പണി പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പല പണികളും ഞങ്ങൾ ഒഴിവായി. കാരണം വെച്ചാൽ 8-9 വർഷമായി ഇവൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവനൊരു അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഫീൽഡിലേക്ക് തന്നെ പോയത്. കാരണം ഒന്നിച്ച് കുറച്ച് വലുതാക്കി ചെയ്യാം. അപ്പം പണ്ട് മുതലേ ആഗ്രഹം കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങളാണ്. ഒരു ആഗ്രഹം ഇല്ലാത്തൊരു മനുഷ്യന്മാരുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഈ ഒരു തെറ്റിലേക്ക് എന്തായാലും പോയിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരിക്കലും ഞങ്ങൾ ഈ ഒരു തെറ്റിലേക്ക് പോയിട്ടില്ല. പിന്നെ യൂട്യൂബേഴ്സ് പറയുന്ന പല കാര്യങ്ങളുണ്ട്, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഇത്. പിന്നെ പല യൂട്യൂബേഴ്സ് പറയുന്നു, എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്നും പല ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് അപ്പുറം വീഡിയോ പോയി കട്ട് ചെയ്ത് ഇപ്പുറം വീഡിയോ പോയി കട്ട് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്താ അർത്ഥമല്ല. നിങ്ങളെല്ലാം ഫുൾ വീഡിയോ ആയിട്ട് വേണം കണ്ടോട്ടെ ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓൾറെഡി ഞങ്ങളെല്ലാം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് ഇന്ന ആളെ ഉപ്പയാണ്. ഞങ്ങളത് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? കാരണം വെച്ചാൽ ഞങ്ങൾ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ തുടങ്ങിയ യൂട്യൂബറാണ്. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും? അവൻ്റെ ഉപ്പയാണ്. ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവൻ്റെ ഉപ്പയാണ്. അത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്, അത് ഏത് വഴിയാണ് എടുത്തത് എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് വളരെ എന്താ പറയുക, വളരെ ഒരു അവസ്ഥയാണ്. നമ്മളൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു പരിപാടിക്ക് നമ്മൾ പങ്കെടുക്കാത്തതാണ്. ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പെട്ടുപോയത് ദയവായി നമ്മൾ ഉപദ്രവിക്കരുത്, പ്ലീസ്.